പി വി അൻവറിന് ഞാൻ പറയാം, അദ്ദേഹം പരിശുദ്ധ പരമാത്മാവാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ചില വീഴ്ചകളുണ്ടാവാം, തെറ്റുകളുണ്ടാവാം. പക്ഷെ ആ തെറ്റുകളെ തിരുത്തി അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടക്കാനുള്ള അല്ലെങ്കിൽ കൂടെ ചേർത്ത് പിടിക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ അത് ശേഷി അത് UDF നേതൃത്വത്തിനുണ്ടാവണമായിരുന്നു. ഇപ്പൊ UDF നേതൃത്വം ഞാൻ കളിയാക്കി പറയില്ല. ഉന്നതരായ നേതാക്കൾ, പ്രിയപ്പെട്ട KPC പ്രസിഡന്റ് എന്ന സുധാകരന് എന്തെങ്കിലും റോളുണ്ടോ ഈ വിഷയം? സുധാകരൻ സാറിന് ഇല്ല. ഇവിടെ AK ആന്റണിക്ക് എന്തെങ്കിലും റോളുണ്ടോ ഇപ്പോൾ എടുക്കുന്ന തീരുമാനത്തിൽ? ഇല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും റോളുണ്ടോ? ഇല്ല. VM സുധീറിന് റോളുണ്ടോ? ഇല്ല. അങ്ങനെ K മുരളീധരന് റോളുണ്ടോ? ഇല്ല. ഇത് പ്രിയപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു 3-4 പേരും കൂടെ കുറെ അമുൽ ബോയ്സും കൂടി എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമുൽ ബോയ്സിന്റെ ഇടയിൽ ചുറ്റപ്പെട്ടു പോയിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ ഒരു പണക്കവുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാര ശൈലികൾ വേദനിപ്പിക്കുന്നതാണ്. ഞാനും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഈ നോമിനേഷൻ കൊടുക്കുന്നതിന് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് വിളിച്ചു ലീഡറെ, നമുക്ക് PV അൻവറെ കൂടി ഉൾക്കൊണ്ട് പോകണം. ഇവിടെ ഷൗക്കത്ത് എന്നുള്ള സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ് വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യുക, നമുക്ക് നല്ല ഒരു സർപ്രൈസ് കാൻഡിഡേറ്റിനെ അങ്ങോട്ട് ഇറക്കിയാൽ നമുക്ക് ജയിക്കാം. അൻവറിനും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു അബിൻ ബർക്കിയെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേർക്ക് ഇല്ലേ, നല്ല പിള്ളേരില്ലേ എന്ന് ഞാൻ ഇത്രയും ചോദിച്ചു. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ജനം അറിയണം, പറഞ്ഞേ പോയി പണി നോക്കാനാ പറഞ്ഞു. PV അൻവർ പോയി പണി നോക്കാപ്പെട്ടെന്ന് പറഞ്ഞു. PV അൻവർ അല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി. അങ്ങനെ പറയാവോ? ഞാൻ പറഞ്ഞു മാന്യമായ ഭാഷയിൽ സംസാരിക്കാമല്ലോ. ഞങ്ങളുടെ അത് പറ്റില്ല, അത് ഞങ്ങൾ സ്ഥാനാർത്ഥി നിശ്ചയിച്ചു, അയാളെ കൂട്ടിക്കൊണ്ടുപോവാ, നമുക്ക് സംസാരിക്കാം, സ്ഥാനാർത്ഥി ഇതാണ്. എന്നോട് പറഞ്ഞ ഭാഗം നിങ്ങൾ കണ്ടാൽ പത്രസമ്മേളനത്തിൽ ഇവിടെ ചേലക്കരപ്പള്ളി പറഞ്ഞു PV അൻവർ പോയി പണി നോക്കട്ടെ തോന്നുന്നു, അയാൾ ആരാന്ന് ചോദിച്ചു. അങ്ങനെയല്ലേ പറഞ്ഞേ പരസ്യമായിട്ട്? എന്നോട് അവൻ്റെ ഫോണിൽ കൂടെ പറഞ്ഞാൽ ഞാൻ അവൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറില്ല. പണ്ട് മോൻസ് പറഞ്ഞത് എറിയും റെക്കോർഡ് ചെയ്ത് ഞാനത് കളഞ്ഞു വെച്ചാൽ കൊടുക്കുകയല്ലേ. എറിയ എല്ലാം അവിടെ അല്ല, അതെല്ലാം PJ ജോസഫ് സാർ കേട്ടിട്ടുണ്ട്. മോൻസ് എന്നെ പറഞ്ഞ എറിയും മുഴുവൻ PJ ജോസഫ് സാറും മകൻ അബുവും കേട്ടിട്ടുണ്ട്. വേറെ ആരും ഞാൻ കേട്ടിട്ടില്ലോട്ടോ, അങ്ങനെ കേൾപ്പിച്ചിട്ടുമുണ്ട്. തെറിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മനുഷ്യനെ അവമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേ കൂട്ട് തെറിയല്ല. അല്ല എന്നെ പറഞ്ഞു, നിങ്ങളെ മായും പൂവും കൂട്ടിയുള്ള തെറിയല്ലോ കേട്ടോ, അത് അങ്ങനെ പറയല്ലോ കേട്ടോ. അങ്ങനെ ചെവിക്കലിന് കൊടുക്കാൻ എനിക്കറിയാം, അതൊന്നും പേടിയൊന്നുമില്ല. ആര്? ഞാനോ? ആയിക്കോട്ടെ, ഞാൻ അങ്ങേരുടെ വീട്ടിലേക്ക് ഒന്നും ചെന്നില്ലല്ലോ. ഞാൻ നേതാവിനെ സംരക്ഷിക്കാൻ പുള്ളിയുടെ ഞാൻ ഒരു അപേക്ഷ പുള്ളി വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടില്ല. എനിക്ക് നല്ല ഗതിയുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ MLA ആകാനും മന്ത്രിയാണെന്നും പറഞ്ഞ് ഞാൻ ജനിച്ചവനല്ല. ഞാൻ 26ാമത്തെ വയസ്സ് പഞ്ചായത്ത് പ്രസിഡന്റായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. ഇത് മതി. പിന്നെ എനിക്കുള്ള സമ്പത്ത് സാമ്പത്തികമായി എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുഴപ്പമില്ല. എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് നല്ലൊരു ഭാര്യയും 3 മക്കളും ഉണ്ട്, അത് മതി. അവരാരും എന്നെ തള്ളി പറഞ്ഞിട്ടില്ല. പിന്നെ മോൻസിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് പാർട്ടി അദ്ദേഹമായി ചേർന്ന് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുള്ളൂ. അത് ഇല്ല 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 അല്ല, ഓഫീസിന്റെ ബോർഡ് മാറ്റാൻ ഞങ്ങളുടെ ഓഫീസിന്റെ ഉദ്ഘാടനമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഓഫീസിന്റെ ബോർഡ് വരുന്നുണ്ട്. ആർക്കും ഞാൻ വട കൊടുക്കുന്നുണ്ട്, ആർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല, അവർക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ആ ഓഫീസിൽ ബോർഡ് അവിടെ ഇരിക്കുന്നത്. PV അൻവർ വന്ന് ഞങ്ങളത് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസാക്കി ഉദ്ഘാടനത്തിന് ഡേറ്റ് ഇട്ടു. പുള്ളി അത് പെട്ടെന്ന് വൈറൽ ഫീവർ പിടിച്ചു, പുള്ളി അഡ്മിറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ അതങ്ങ് നടന്നു പോയേ. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ ആയി വേളായി, ഇപ്പോൾ ഇലക്ഷൻ കഴിയിട്ടെന്ന് വെച്ചിരിക്കുക.